മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾക്കായി ദൈവത്തെ തേടി നീ വന്നിരിക്കുകയാണല്ലേ? അമ്മയുടെ ജീവൻ യാചിച്ചു വന്നിരിക്കുന്നു. അതെ സ്വാമി, എന്റെ അമ്മയും അനിയനെയും സഹായിക്കാൻ ആ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ഡോക്ടർ ആന്റി പറഞ്ഞായിരുന്നു. ഈ ചെറിയ പ്രായത്തിൽ അമ്മയ്ക്ക് വേണ്ടി ദൈവത്തെ തേടി നീ വന്നിരിക്കുന്നു എങ്കിൽ നാം വളരെയധികം സന്തോഷിക്കുന്നു. ആ ദൈവം തീർച്ചയായും നിന്റെ അമ്മയെ രക്ഷിക്കും. അതിനുവേണ്ടി നീ ഒരു കാര്യം ചെയ്യണം. അങ്ങ് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്തോളാം സ്വാമി. പക്ഷേ നീ ഒരു ചെറിയ കുട്ടിയാണല്ലോ. അത്രയും വലിയ കാര്യത്തെ നിനക്ക് ചെയ്യാൻ കഴിയുമോ? അത്രയും വലിയ ഭാരം നിനക്ക് ചുമക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് എന്റെ ജീവൻ കൊടുക്കാനും ഞാൻ തയ്യാറാ സ്വാമി. ചിരഞ്ജീവി ഭവ. ജീവനൊന്നും കൊടുക്കേണ്ടതില്ല. 24 മണിക്കൂർ പച്ചവെള്ളം പോലും കുടിക്കാതെ ഉപവാസ ദീക്ഷയെടുത്ത് ഭിക്ഷയാചിക്കണം മകനെ. ഞാൻ ചെയ്യാ സ്വാമി. അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് മഹാപ്രതിജ്ഞ ഹോമം ചെയ്യേണ്ടതുണ്ട്. അതും ഞാൻ ചെയ്യാൻ സ്വാമി. ഉപവാസം തുടങ്ങിയ ശേഷം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല. അത് പൂർണ്ണമായും ചെയ്യണം. ഇടയ്ക്ക് വെച്ച് നീ നിർത്തിയാൽ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ഭവിഷ്യത്ത് വളരെ വലുതാവുകയും ചെയ്യും. ഇല്ല സ്വാമി, സ്വാമി പറഞ്ഞതുപോലെ ഒരു ദിവസം മുഴുവൻ ഞാൻ ഉപവാസം ഇരുന്നോളാം. എല്ലാരോടും ഭിക്ഷ ചോദിച്ചോളാം. ഹോമവും ചെയ്തോളാം സ്വാമി. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം സ്വാമി. മനോധൈര്യത്തോടെ ദൃഢനിശ്ചയത്തോടെ ലക്ഷ്യം നിറവേറ്റൂ മകനെ. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല. നിർത്തിയാൽ ആപത്തുണ്ടാവും. എന്റെ ജീവൻ പോയാലും ശരി, ഹോമം ഞാൻ പൂർത്തിയാക്കാം സ്വാമി. ശരി, കാഷായ വസ്ത്രം ധരിച്ച് ഒരു തുണി സഞ്ചിയുമായി ദീക്ഷ ആരംഭിക്കേ. മംഗളം ഭവന്തു. മംഗളം ഭവന്തു. ഇഷ്ടകാര്യം സാധിച്ചു വരൂ മകനെ. എന്താ ആന്റി ഇത്രയും നേരമായിട്ട് വസുവേട്ടത്തി കണ്ണു തുറക്കാത്തത്? ഇനി കണ്ണു തുറക്കോ അതോ എന്നേക്കേറ്റം അടയോ? എന്റെ ജീവൻ പോയാലും ശരി, ഞാൻ അമ്മ ഇവിടെ നിന്ന് വിടില്ല. അമ്മയ്ക്ക് പോയേ പറ്റുള്ളൂ എന്നാണെങ്കിൽ എന്റെ ശവത്തിൽ ചവിട്ടിയാൽ മാത്രമേ അമ്മയ്ക്ക് പോവാൻ പറ്റൂ. എന്റെ ഭഗവാനെ, വസുവിന് ഒന്നും സംഭവിക്കരുതേ. ഞാൻ കാരണം അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. ഡോക്ടർ, വസുന്ധര കണ്ണു തുറന്നോ? ഇല്ല അബ്രഹാം സാർ, ഞങ്ങളും അവരെപ്പോഴാ കോൺഷ്യസ് ആവുന്നെന്ന് കാത്തിരിക്കുക. അവര് കണ്ണു തുറക്കാതെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. മോളെ ഭാവനെ, ഇന്ന് രാവിലെ ഒരു വസുവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഒരു കുഴപ്പമില്ലായിരുന്നു അച്ഛാ. അമ്മയ്ക്ക് കോഫി കൊടുക്കാനെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയതാ. അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ആ, അത് കൊള്ളാലോ. അതും ഇതൊക്കെ പറഞ്ഞ് വസു താഴെ വീഴാനുള്ള കാരണം എന്റെ ഏട്ടത്തിയാണെന്ന് വരുത്തി തീർക്കാ നീ. അങ്ങനെ പറഞ്ഞതല്ലേ ഇളയമേ. അതുവരെ വസു നല്ല സന്തോഷത്തിലായിരുന്നു എന്ന് പറഞ്ഞതാ. അപ്പൊ വസുവിന്റെ സന്തോഷം എല്ലാണ്ടാക്കിയത് ഏട്ടത്തിയാണെന്നാണോ നീ പറയുന്നേ? നീ മിണ്ടാതിരിക്കും സുമംഗലേ. ജയന്തി, നീയും വസുവും പഠിക്കും മുകളിൽ എന്തോ സംസാരിച്ചോണ്ടിരിക്കായിരുന്നല്ലോ. പിന്നെ എന്ത് സംഭവിച്ചു? അത് അമ്മേ, വസുന്ധര അമ്മേ എന്താ സംസാരിച്ചത്? വസുന്ധര എങ്ങനെ താഴേക്ക് വീണത്?
പറ ജയന്തി, നീയും വസുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അതോ വസുവിന് എന്തെങ്കിലും ക്ഷീണമുള്ളതുപോലെ നിനക്ക് തോന്നിയിരുന്നോ ജയന്തി? അവള് തലചുറ്റി താഴെ വീണതാണോ? അത് എന്താ ഇത്? ഏട്ടത്തി എന്തോ തെറ്റ് ചെയ്തതുപോലെ ചോദ്യങ്ങൾക്ക് പുറമെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നേ. ബോധം കെട്ട് വീഴുന്നത് വസുവിന്റെ ഒരു ശീലമല്ലേ? നല്ല ക്ഷീണം കാണും, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തോന്നിക്കാണും, പടി കയറിക്കൊണ്ടിരിക്കുമ്പോ തല കറങ്ങി കാണും, താഴെ വീണും കാണും. ഇങ്ങനെയായിരിക്കും സംഭവിച്ചത് അല്ലേ ഏടത്തി? അങ്ങനെയാണോ അമ്മേ? അത് അബി, അത് ഞാൻ ഹലോ ഹലോ അഭിരാം സാർ, നിങ്ങളുടെ മകൻ ഉണ്ണിയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉണ്ണിയെക്കുറിച്ചോ? ഉണ്ണി ഉണ്ണി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എഴുതി ഉണ്ണി എവിടെ പോയി? ഇത്രയും നേരം അവനിവിടെ ഉണ്ടായിരുന്നു അബി. ഇതെവിടെ പോയതാ? ഉണ്ണി, ഉണ്ണി. സാർ, ഉണ്ണി ഇവിടെയുണ്ട് സാർ. എവിടെ? അവിടെ അവൻ എന്താ ചെയ്യുന്നത്? അങ്കിൾ അങ്കിൾ, ഭിക്ഷ തരണേ അങ്കിൾ. അങ്കിൾ അങ്കിൾ, എന്റെ അമ്മയ്ക്ക് സുഖമില്ല അങ്കിൾ. അമ്മേ, ഭവതി ഭിക്ഷാൻ ദേഹി. അമ്മേ, ഭിക്ഷ തരണേ. അമ്മേ അമ്മേ, എന്റെ അമ്മ ഹോസ്പിറ്റലിലാ ഉള്ളതമ്മേ. ജീവൻ അപകടത്തിലായ അവസ്ഥയിലാണ്. വീടുകൾ തോറും പോയി ഭക്ഷണവും വെള്ളവും ഭിക്ഷ ചോദിച്ച് ഒരു ഹോമം നടത്തിയാൽ നല്ലത് സംഭവിക്കുമെന്ന് സ്വാമിജി പറഞ്ഞിരുന്നു. ശരി മോനെ, ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്. വളരെ അമ്മേ അമ്മേ, എന്റെ അമ്മ ഹോസ്പിറ്റലിലാ ഉള്ളതമ്മേ. അമ്മേ, ഭവതി ഭിക്ഷാൻ ദേഹി. അമ്മേ, ഭിക്ഷ തരണേ അമ്മേ. അമ്മേ, ഭിക്ഷ തരണേ അമ്മേ.
ഉണ്ണി ഉണ്ണി നിക്കേ ഉണ്ണി ഉണ്ണി എന്താ ഇത്? എന്ത് വേഷം ഇത്? നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? അച്ഛാ, നീ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാ പുറത്തിറങ്ങിയ? അതുപോട്ടെ, എന്തിനാ ഭിക്ഷ എടുക്കുന്നത്? ദീക്ഷയാ അച്ഛാ. ദീക്ഷയോ? 24 മണിക്കൂർ ഇങ്ങനെ വീട് തോറും ഭിക്ഷ എടുത്ത് അതിൽ കിട്ടുന്ന ഈ പണം കൊണ്ട് മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ അമ്മയും അമ്മയുടെ വയറ്റിലുള്ള വാവയും സുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു അച്ഛാ. ക്ഷേത്രത്തിലുള്ള സ്വാമിജിയാ പറഞ്ഞേ. നോൺസെൻസ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതങ്ങ് ചെയ്യൂ ഉണ്ണി. ആ സ്വാമിജിക്ക് ഒരുപാട് പവർ ഉള്ളതാ അച്ഛാ. അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്താ അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഉണ്ണി, അമ്മയെ സേവ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഡോക്ടർ ആന്റി പോലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്ന് പറഞ്ഞായിരുന്നില്ലേ അച്ഛാ? അതുകൊണ്ടാ ദൈവത്തോട് പറയാൻ വേണ്ടിട്ട് വന്നത്. ദൈവമാണ് എനിക്ക് വഴി കാണിച്ചു തന്നത്. ഇന്നും നാളെയും വീട് തോറും ഞാൻ ഭിക്ഷ എടുത്ത് അതിൽ കിട്ടുന്ന പണം കൊണ്ട് ക്ഷേത്രത്തിലെ ഹോമം നടത്തിയിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാ അച്ഛാ. ഉണ്ണി, അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ വാ ഇങ്ങോട്ട് വാ. സോറി അച്ഛാ. ദീക്ഷ ഇങ്ങനെ പകുതി വെച്ച് നിർത്താൻ പാടില്ല. അങ്ങനെ നിർത്തിയാ അപകടമാവുമെന്ന് സ്വാമിജി എന്നോട് പറഞ്ഞു. എങ്ങനെയെങ്കിലും ഹോമം നല്ല രീതിയിൽ പൂർത്തിയാക്കണം. ഓക്കെ, ശരി. ആ ഹോമത്തിന് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ തരാം. ആദ്യം നീ എൻ്റെ കൂടെ വാ. പറ്റില്ല അച്ഛാ. ഭിക്ഷ ചോദിച്ചു തന്നെ അതിനുള്ള പണം ഞാൻ സമ്പാദിക്കണം അച്ഛാ. അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് വേണം ആ ഹോമം ഞാൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കൊച്ചു കുട്ടിയാ ഉണ്ണി. നീ എന്തിനാ ഇത്രയും വലിയ റിസ്ക് ഒക്കെ എടുക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടിയിട്ടാ അച്ഛാ. അമ്മയുടെ വയറ്റിലുള്ള അനിയനും വേണ്ടിയിട്ടാ. അമ്മ എനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ഞാൻ കുറച്ചെങ്കിലും കഷ്ടപ്പെടേണ്ടതല്ലേ? അമ്മ നമുക്ക് കുഞ്ഞുവാവയെ തരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഇപ്പൊ പോയി അമ്മയുടെ കൂടെ തന്നെ നിക്കണം. അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ല ധൈര്യമായിരിക്കും അച്ഛാ. മുത്തശ്ശനും മുത്തശ്ശിയും വല്യമ്മയും എല്ലാവർക്കും നല്ല ധൈര്യം തോന്നും. അച്ഛൻ അങ്ങോട്ട് പോകാൻ നോക്കച്ചാ, പ്ലീസ്. ഓക്കെ, ബി കെയർഫുൾ ഉണ്ണി. ഓക്കെ, താങ്ക് യു അച്ഛാ. അമ്മയെ നന്നായിട്ട്
ഇവരെ പോലെയൊക്കെ ആയാ മതിയായിരുന്നു. നേരെ ഇരുട്ടിയിട്ടും വസു ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. തുറക്കുമെന്ന് പോലും അറിയാനും പാടില്ല. രാത്രി നമ്മൾ ഇവിടെ കിടക്കേണ്ടി വരുന്നാ തോന്നുന്നത്. എനിക്കാണെ നല്ലോണം വിശക്കുന്നുണ്ട്. അമ്മേ, ഞാൻ എന്താ സന്തോഷിച്ചിരിക്കുകയാണോ? എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ പോയി പുറത്തുനിന്ന് വല്ലതും കഴിച്ചിട്ട് വരാം. ഞാനും കൂടെ വരാം. വേണ്ടടി, രണ്ടുപേരും കൂടി പോയാൽ സംശയാവും. ആദ്യം ഞാൻ പോയിട്ട് വരാം, അത് കഴിഞ്ഞ് നീ പോയാ മതി. ശരി, പെട്ടെന്ന് പോയിട്ട് വാ. ശരി ശരി അമ്മേ. ഡോക്ടർ, വസു കോമയിലാണെന്നോ? സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് തെന്നി ഉരുണ്ട് താഴെ വീണതുകൊണ്ട് അതവർക്ക് വളരെ ഷോക്കായിരിക്കുകയാണ്. ചില സമയത്ത് ഷോക്ക് ഹെവി ആണെങ്കിൽ പേഷ്യന്റ് കോമ സ്റ്റേജിലാകാനും സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കണ്ണു തുറക്കണം. അവള് നോർമൽ കണ്ടീഷനിലേക്ക് വരെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല ഡോക്ടർ. നാളെ മുംബൈയിൽ നിന്നും സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്. അദ്ദേഹം ഇതുപോലുള്ള കേസുകളിൽ എക്സ്പേർട്ടാ. ഇനി അദ്ദേഹം വന്ന് നോക്കിയാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അവര് പ്രഗ്നന്റ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് രക്ഷിക്കേണ്ടത് 2 ജീവനാ. ഡോക്ടർ എന്താ പറഞ്ഞേ? സീരിയസ് ആണെന്നാ പറയുന്നത്. സത്യാണോ? അപ്പോ കണ്ണു തുറക്കാതെ തന്നെ ആള് പടിയാവോ? എന്താണെങ്കിലും നാളെ പറയാന്നാ പറഞ്ഞേ. കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ പോവാൻ കുറുനിലയ്ക്കാകുമോ? തൊട്ടു തൊട്ടു കരയുന്ന കരയെ പിരിയാൻ കടലിന്റെ കരളിനാകുമോ? നിന്നിലെന്നും നിറയും എന്നെ ഇനി മറക്കാൻ നിന്റെ കനവുകൾക്കാകുമോ? എന്തിനാ